ഡയറക്റ്റ് സെല്ലിംഗ് യഥാർത്ഥ ബിസിനസ് ആണ് സുഹൃത്തെ. നിങ്ങൾ ഇന്ന് മുതൽ ഞാൻ ഡയറക്റ്റ് സെല്ലറാണ്, ഞാൻ ഡയറക്റ്റ് സെല്ലറാണ്. ഒരാളെ ചതിക്കാൻ ഞാനില്ല, വഞ്ചിക്കാൻ ഞാനില്ല. ഞാൻ ആൾക്കാർക്ക് പ്ലാൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരോട് പറയുന്നുണ്ടെന്ന് അറിയാം. ഈ പ്ലാൻ കേട്ട് എന്ന് കരുതി പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയൂല. നീയാണ് തീരുമാനം എടുക്കണം. ദ മൊമെന്റ്സ് ഓഫ് ഡെസിഷൻ ഡെസ്റ്റിനി ഷേപ്പ്ഡ് ആന്റണി റോബിൻസിന്റെ വാക്കുകൾ നമ്മൾ GTS പ്രദർശിപ്പിക്കാറുണ്ട്. നിങ്ങൾ തീരുമാനം എടുക്കുക. ആ തീരുമാനം എടുത്താൽ നിങ്ങളെ വിജയം ഇവിടെ സുസ്ഥിരമാക്കി കഴിഞ്ഞു. തീരുമാനം എടുത്തു, നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. തീരുമാനം എടുക്കാൻ നമുക്ക് ആദ്യം കഴിയാന്നുള്ളതാണ്. ഇപ്പൊ എന്റെ ടീമിലെ ഒരാൾ GTS കേട്ടു, ഒരു പെണ്ണാണ്. GTS കേട്ടിട്ട് നേരെ ആ പോയിന്റോട് കൂടിയിട്ട്, ആ ചൂടോട് കൂടിയിട്ട് നേരെ ഒരാളെ കാണാൻ പോയിട്ട് അവർക്ക് പ്ലാൻ കൊടുത്തു. അന്ന് തന്നെ അവർ ജോയിൻ ചെയ്തു. എന്തുകൊണ്ടാണ്? ആ ഊർജം കയ്യിലുള്ളപ്പോൾ പോയിട്ട് പ്ലാൻ കൊടുത്തു എന്നുള്ളതാണ്. അതേപോലെ രണ്ടാമത്തെ ആഴ്ച വരുമ്പോ ആ ഊർജം കുറഞ്ഞു ഇങ്ങനെ വരും. കാരണം എന്താ? രണ്ടാൾക്കാരെ ശരിയുള്ള ബിസിനസ്സാണ്. മൂന്നാമത്തെ ഒരാൾ ഇന്റെ പൈസ കുറെ പോയിക്കുന്ന പറഞ്ഞു. നാലാമത്തെ ആൾ ഇന്റെ എളാപ്പാന്റെ പൈസ പണ്ട് കുറെ പോയത് ഇതിലാണെന്ന് പറഞ്ഞു. അഞ്ചാമത്തെ ഒരാൾ ഇതൊക്കെ തനി ഉടായ്പാണ്, അതൊക്കെ നല്ല പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ കഴിയുള്ളൂ പറഞ്ഞു. ഒക്കെപ്പാടെ പറഞ്ഞിട്ടപ്പോ ഇയാളെ മനസ്സിങ്ങനെ പറഞ്ഞതൊക്കെ ശരിയാണ്, ഒന്നും ഒഴിവാക്കാനില്ല. അതിനെന്ത് ചെയ്യാൻ പറ്റും? അയാൾ ഉടായ്പ കുടുങ്ങിന് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാളെ എളാപ്പാന്റെ പൈസ പോയത് ഇയാളെടുത്ത് പോയതാണോ? അല്ല, അതിനെ മറികടക്കാനുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം. അപ്പൊ അടുത്ത GTS വ്യാഴാഴ്ച നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഗ്രാമിൽ വരുന്നു, വീണ്ടും എനർജി ഉൾക്കൊള്ളുന്നു, ആൾക്കാരോട് പറയാൻ പഠിക്കുന്നു. ആദ്യമേ ആൾക്കാരോടാണ് പറയുന്നത്, സുഹൃത്തെ, ഇത് ഒരുപാട് ആൾക്കാരുടെ പൈസ നഷ്ടപ്പെടുത്തിയ പരിപാടിയാണ്, ഒരുപാട് ആൾക്കാരെ ഉടായ്പാക്കിയ പരിപാടിയാണ്, ഒരുപാട് ആൾക്കാരെ മാനം കെടുത്തിയ പരിപാടി. എന്നാ പിന്നെ ഇങ്ങോട്ട് എതിർക്കാൻ ഓരോരുത്തൊന്നും ഉണ്ടാവില്ല. ആദ്യം നമുക്കാണ് പറയാനുള്ളത് പറയാം. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വഞ്ചിക്കപ്പെട്ട ഈ മേഖലയിൽ സംശുദ്ധമായ ഒരു തീരുമാനം എടുത്ത് പ്രവർത്തിക്കാനും നിയമത്തിന്റെ അണ്ടറിൽ ഇതിനെ കൊണ്ടുവരാനും ഒരുപാട് പാർലമെന്റ് മാർച്ചും രാജ്ഭവൻ മാർച്ചും നിരാഹാരം ഒക്കെ നടത്തിക്കഴിഞ്ഞ് വിജയിച്ച ഒരു വലിയ ട്രേഡ് യൂണിയന്റെ ശക്തമായ പിന്തുണയുള്ള ഒരു പ്രവർത്തന മേഖലയാണോ ഇത്? ഗവൺമെന്റിന്റെ അംഗീകാരമുള്ളതാണിത്. ഗവൺമെന്റ് അന്ന് നമ്മോട് പറഞ്ഞത് എന്താ? മന്ത്രിമാര് പറഞ്ഞത് എന്താ? അന്ന് അവിടെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി, അതേപോലെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ആൻഡ് ട്രാൻസാക്ഷന്റെ ഗിഫ്റ്റിന്റെ പ്രൊഫസർ തോമസ് തൂങ്കുഴി പോലും പങ്കെടുത്തിട്ട് പ്രകാശന കർമ്മം നിർവഹിച്ച് മുഖ്യമന്ത്രിയിൽ നിന്ന് അതിന്റെ മാർഗരേഖ പ്രകാശനം നടത്തുമ്പോഴൊക്കെ ഇതിനും വലിയ അഭിമാനം പിന്നെന്താ? നമ്മളല്ലേ ഇത് ദൃക്സാക്ഷികളായ ആൾക്കാര്? നമ്മളിതിൽ ദൃക്സാക്ഷികളാണെന്നും കൂടി ഓർക്കണം. 25,000 ആളത്തോളം ആൾക്കാർ പങ്കെടുത്ത പരിപാടി. ഗവൺമെന്റ് എന്ത് പരിപാടി നടത്തുമ്പോൾ 2,500 3,000 ആളെ കാണുള്ളൂ, അതിന്റെ അപ്പുറം ആള് പങ്കെടുക്കൂല. അവിടെ ആ പങ്കെടുക്കുന്ന പരിപാടി 3,500 ആളെ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ട്രേഡ് യൂണിയൻ ഇടപെടുകയാണ് അവിടെ. SDU, MMEU അവരൊക്കെ ഇടപെട്ട് പറയാണ്, ഞങ്ങൾ തൊഴിലാളികൾ, ഞങ്ങളുടെ മേഖലയാണിത്, ഇതിനെ സമ്പുഷ്ടമാക്കുന്ന മാർഗരേഖയാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. അതിന്റെ ദൃക്സാക്ഷികളാവാൻ നമ്മളുടെ ആളുകൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഉണ്ടാവും ഏകദേശം 5,000-ലധികം ആളുകൾ എന്ന് പറയാം. അപ്പോ മൈ ലൈഫുകാരോട് ചോദിക്കാണ്, നിങ്ങൾ അങ്ങനെ തൊഴിലാളി യൂണിയനിൽ ഇങ്ങനെ എല്ലാവരും തീരുമാനം എടുത്തപ്പോ ഗവൺമെന്റ് അത് ശരിവെച്ചപ്പോ നമ്മൾ എത്ര ആളെ കൊണ്ടുപോകുന്നു നമ്മളൊരു തീരുമാനം എടുക്കണം. മൈ ലൈഫുകാർ പറഞ്ഞു, നമ്മൾ തന്നെ ഉണ്ടാവും ഒരു 10-15,000 ആൾ. പിന്നെ ഒരു 5,000-ന്റെ കഥയേറ്റ് വരുന്നു. അവിടെ 10-18,000 ആൾക്കാരും പങ്കെടുത്തത് മൈ ലൈഫാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ കുറച്ചൊന്ന് ആൾക്കാരുടെ ഇടയിൽ കൂടെ നടക്കണം. ഞാൻ അവിടെ 2-3 ടീമിനെ കണ്ടുട്ടോ. അവര് ഗോൾഡിന്റെ, സ്വർണത്തിന്റെ ഒരു ചെയിനൊക്കെ ഉണ്ട് അവരെ കഴുത്തില്. MI എന്ന് എഴുതിയിട്ട് വലിയൊരു ചെയിൻ. ആ ഭർത്താവിന്റെ പേര്, ഭാര്യയുടെ പേരൊന്നുമല്ല. ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ എന്റെ മനസ്സ് പഴയ കാലത്ത് തന്നെ ഒരു പൊരുത്തം കെട്ട മനസ്സാ. ഞാൻ ചോദിച്ചു, സ്വർണം തന്നെ അല്ലേ എന്നൊക്കെ ചോദിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ എന്നോട് പറഞ്ഞേ, സ്വർണ്ണല്ലാതെ നിങ്ങളെന്താണ് മൈ ലൈഫിന് മനസ്സിലാക്കിക്കണെന്നൊക്കെ എന്നോട് ചോദിച്ചത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മനസ്സിലാക്കിയ സുഹൃത്തെ, ചില ടീമിന്റെ വൈബ് അവരുടെ കൂടെ കുറച്ചേരം നിന്നാൽ തന്നെ നമ്മുടെ മനസ്സങ്ങോട്ട് മാറ്റിത്തരും. നിങ്ങളൊരു ഗുരുമഹത്വമുള്ള വലിയ ചൈതന്യമുള്ള ഒരാളുടെ അടുത്ത് പോയിരുന്നോക്കാം. ഒന്നും പറയൊന്നും വേണ്ട, ഒന്നും സംസാരിക്കൊന്നും വേണ്ട. നിങ്ങൾ കുറച്ച് സമയം കൊണ്ട് മാറിയിരിക്കും. എന്താ കാരണം? നിങ്ങളുടെ ഉള്ളിൽ കുറെ കുസുമ്പും വൈരാഗ്യത്തിന്റെ ദുഷിച്ച എനർജി നിറഞ്ഞ് കവിഞ്ഞൊഴുകാണ്. ആ എനർജി വെച്ചാണ് നിങ്ങൾ ഒരാളെ നോക്കുന്നത്. അതുകൊണ്ടാണ് അവന്റെ കുറ്റം കുറവ് നോക്കുന്നത്. അവന്റെ നന്മ ഒരുപാട് അവിടെ ഉണ്ട്. ആ നന്മ നിങ്ങൾ കാണുന്നില്ല. ഒരു റോസാ പൂവിലേക്ക് നോക്കുമ്പോ നിങ്ങൾ മുള്ളു മാത്രമേ കണ്ടിട്ടുള്ളൂ. പൂവുമ്മക്ക് നോക്കാൻ നേരം കിട്ടിയിട്ടില്ല. ഒന്ന് മാറി ചിന്തിക്കും. പശുവിന്റെ
അകട്ടിലെ പാലിലേക്ക് ചിന്തിക്കുക. അതിന്റെ കാഷ്ടവും മൂത്രവും ചിന്തിച്ചിരുന്നു കഴിഞ്ഞാല് നിങ്ങൾ കുടിക്കുന്ന സംശുദ്ധമായ പാലിന്റെ മഹത്വം അറിയാതെ പോകും. എപ്പോഴും പോസിറ്റീവിനാണ് പ്രാധാന്യം. ഇവിടെ ഇഷ്ടം കൊണ്ട് ചെയ്യേണ്ട ബിസിനസ് ആണ് ഇതെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പ്രൊഡക്റ്റ് വിൽപ്പനയിൽ നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കാം. അതിന് വേണ്ടത് നിങ്ങളുടെ വീട് നിങ്ങളുടെ ഡയറക്ട് സെല്ലിങ്ങിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവരുടേതാക്കി മാറ്റുക. നിങ്ങളെ വീട് ഇന്ന് മുതൽ എന്റെ ലീഡേഴ്സിനൊക്കെ ഇടയ്ക്ക് വരാൻ, ആഴ്ചയിൽ ഒരു ദിവസം വരാൻ ഭർത്താവിന്റെ സമ്മതം വേണം, ഭർത്താവിന്റെ ഇഷ്ടം വേണം. ഭർത്താവില്ലാത്തൊരു വീട്ടിലേക്ക് ഒറ്റപ്പെട്ട് കണ്ട് പോവാൻ സാധ്യത ഉണ്ടാക്കരുത്. അവിടെ മർമ്മപ്രധാനമായിട്ട് ഭർത്താവിന്റെ പൊരുത്തവും അയൽവാസികളുടെ ഇഷ്ടവും ഒക്കെ ചേർന്ന് നിൽക്കുന്നതാവണം. അല്ലെങ്കിലോ ഒരു തെറ്റിദ്ധാരണത്തിന്റെ പേരിൽ പരത്തപ്പെടാൻ അതൊരു അവസരമാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. വളരെ ഇഷ്ടത്തോടെ കൂടി ചേർന്ന് ചെയ്യാം. ഒരാൾ പോലും നമുക്ക് എതിരല്ല. നമ്മൾ ചിന്തിക്കാൻ ഓലെ നമ്മളതിലൊന്നും വരില്ല. ഓൻ വേറെ ഏതോ ചെയ്യുന്നതാണ്. എന്നോട് ഞാൻ പറയട്ടെ, എന്നോട് ഇന്നലെ എന്റെ ഒരു പ്രധാനപ്പെട്ട ലീഡർ കുറെ വോയിസ് ഇട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, അവരെന്നെ അതിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. നമ്മളെന്ത് പറയണം? ഞാൻ പറഞ്ഞു, നിനക്ക് ഇവിടെ ഒരു ബിസിനസ് ഉണ്ട്, നീ ഇതിൽ ക്ഷണിക്കപ്പെട്ട് വന്ന ആളാണ്. നിനക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറം അവിടെ ചെയ്യാൻ കഴിയുമെങ്കിൽ വിജയിക്കും. അവിടെ ചെയ്യാൻ വിചാരിക്കുന്നതിന് അപ്പുറം ഇവിടെ ചെയ്താൽ ഇവിടെയും വിജയിക്കും. ഏതാ വേണ്ടത് തെരഞ്ഞെടുത്തോ. നീ ഇവിടെ ചെയ്യാൻ കഴിയുന്നതിനപ്പുറം അവിടെ ചെയ്താൽ അവിടെ വിജയിക്കും. അവിടെ ചെയ്യാൻ കഴിയുന്നതിനപ്പുറം ഇവിടെ ചെയ്താൽ വിജയിക്കും. വിജയിക്കണമെങ്കിൽ ചെയ്യണം. ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് എന്താ? അത് അവിടെ പോയി ചെയ്യാൻ എങ്ങനെ കഴിയാം? ഇല്ല. അവിടെ ഇവിടെയും കൂടി ചേർന്ന് നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പണ്ടേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാട്ടില് ഒരു കണ്ണ് കാണാത്ത ആളും ഒരു വൈകല്യമുള്ള ആളും ഇരിക്കുകയായിരുന്നു. വൈകല്യമുള്ള വികലാംഗ വിഭാഗത്തിൽ ഹാൻഡികാപ്ഡ് വിഭാഗമാണ്. അവര് കാടിന് തീ പിടിച്ച് കത്തി തുടങ്ങുന്ന വിവരം കണ്ണ് കാണാത്ത ആൾക്ക് കാണാൻ കഴിയൂല. അയാൾക്ക് ആരോഗ്യമേ ഉള്ളൂ, കണ്ണില്ല. എന്നാൽ കാലിന് ബലമുള്ള ആരോഗ്യമുള്ള ആൾ, ശ്രദ്ധിക്കണം, കണ്ണില്ലാത്ത ആൾക്ക് നല്ല ആരോഗ്യമുണ്ട്. കണ്ണില്ലാത്ത ആൾക്ക് ആരോഗ്യമുണ്ട്, എന്നാലോ മറ്റേ ആൾക്ക് വൈകല്യമുണ്ട്. മറ്റേ വൈകല്യം എന്ന് പറഞ്ഞാൽ ഓടാനോ മറ്റേതൊന്നും കഴിയൂല. ശ്രദ്ധിക്കണം, ഒന്നും കൂടി പറഞ്ഞുതരാം. ഈ ഓടാനും മറ്റും കഴിവുള്ള ആൾക്ക് കണ്ണ് കാണൂല എന്ന് വെക്കണം. എന്നാലേ നിങ്ങൾക്ക് ഇതിന്റെ മർമ്മം കിട്ടുള്ളൂ. ഓടി പോവാൻ ആരോഗ്യമുള്ള ആൾക്ക് കണ്ണ് കാണൂല. എന്ത് ചെയ്യും? അയാൾക്ക് കാട് പിടിക്കുന്ന തീ പിടിക്കുന്നത് കണ്ടു. ഇവൻ പറയാണ്, അല്ല മറ്റാൾ പറഞ്ഞു കൊടുക്കടാ തീ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്പം പറയടാ കണ്ണ് കാണാത്തോണ്ട് ഇപ്പൊ എനിക്കൊന്നും ചെയ്യാനും കഴിയില്ലല്ലോ, നമ്മളിപ്പോ എന്താ ചെയ്യാ എന്ന് പറഞ്ഞു. മറ്റേ ആള് പറയണ്ട, എടാ എന്റെ കാലുകൊണ്ട് ഓടാൻ കഴിയൂല, ഞാൻ അത് കാണുന്നുണ്ട്, ശരിക്കും തീ നമ്മളടുത്ത് എത്തി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ ടീം വർക്കിന് പ്രാധാന്യമുണ്ട്. അപ്പൊ കണ്ണ് കാണാത്തവൻ പറയാണ്, ഇതൊരു പണി ചെയ്യാ, എനിക്ക് കാണുന്നുണ്ടല്ലോ, എനിക്ക് കാണാത്ത കുഴപ്പമില്ലുള്ളൂ, ഇജിന്റെ തോളിൽ കയറി ഇരിക്കും, എനിക്ക് ആരോഗ്യം ഉണ്ടല്ലോ, ഇജിന്റെ തോളിൽ കയറി എന്നെ നല്ലോണം പിടിച്ചോ, നീ പറഞ്ഞാ മതി എവിടുക്കാൻ ഞാൻ ഓടേണ്ടത്, ഇജ്ജ് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഓടിക്കോളാം. അപ്പൊ ഇപ്പം പറയേണ്ടതാ, ഇങ്ങോട്ട് ഓടി, അവിടെ ഒരു കുഴിയുണ്ട്, ഇങ്ങോട്ട് മെല്ലെ നിക്ക്, ഇത് അവിടെ ഒരു പാറുണ്ട്, അവിടെ നിർത്ത്, ഇങ്ങോട്ട് മെല്ലെ ഇറങ്ങട്ടോ, തള്ളിയിടല്ലേ തന്നെ, ഇതാ തീയെന്ന് നമ്മൾ ഏകദേശമൊക്കെ രക്ഷപ്പെടാനായിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ് ഓടി രക്ഷപ്പെടുകയാണ്. അവിടെ എന്ത് ടീം വർക്കാണ്. അല്ലെങ്കിൽ രണ്ടാളും വെന്ത് മരിച്ച് അങ്ങോട്ട് പോകും. കാരണം എന്താ? കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ നിസ്സഹായനാണ്, ഓടാൻ കഴിയൂല. എന്ത് ചെയ്യാൻ പറ്റും? വെന്ത് മരിക്കേണ്ടി വരും. കാണാത്ത ആളെ സംബന്ധിച്ചും ഇതന്നെയാണ് അവസ്ഥ. ഓൻക്ക് എവിടുക്കാ ചെയ്യാൻ പറ്റാ, ഓടാൻ പറ്റാ. സ്നേഹിച്ച് കൂടി നിന്നപ്പോ അത് വലിയൊരു വിജയമാക്കാൻ സാധിച്ചു. ഇങ്ങനെ നമ്മളൊരു തീരുമാനം എടുത്ത് കൂടെ നിന്ന് ഓരോരുത്തരുടെ കുറവുകൾ നികത്തുന്ന ഒരു ബിസിനസ് മേഖലയാക്കി ഇന്ന് മുതൽ ഇതിന് മാറ്റി കഴിഞ്ഞു. തീരുമാനം എടുത്തു കഴിഞ്ഞു. നിങ്ങളൊന്ന് നെഞ്ചത്ത് കൈവച്ച, എല്ലാരും നെഞ്ചത്ത് കൈവച്ചിട്ട് പറയും, ഇന്റെ 3 തലമുറ രക്ഷപ്പെടുമെന്ന് 100% ഇത് ഉറപ്പാണ്. ജയിച്ചോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് മാത്രം ചെയ്തിട്ട് ധനം സമ്പാദിച്ച കോടീശ്വരന്മാർ ഇവിടെ ഉണ്ട്. ഞാൻ അവര് ചെയ്തതുപോലെ പതിയെ ചെയ്താൽ, എന്റെ ടീമിനെ ഞാൻ അത് പഠിപ്പിച്ചാൽ, എന്റെ മാനേജ്മെന്റിനോടുള്ള ഇഷ്ടവും സ്നേഹവും നിലനിർത്തി ഞാൻ മൈ ലൈഫാണ് ചെയ്യുന്നത്, വേറൊരു ബിസിനസ് എനിക്ക് വേണ്ട. വേറെ ഒരുപാട് ബിസിനസ് ഉണ്ടാവാം, പക്ഷെ അതൊക്കെ ശരിയായിരിക്കാം, എനിക്ക് ഇത് മാത്രം മതി, ഇതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നൊരു തീരുമാനം എടുത്ത് നിങ്ങൾ പോയി നോക്ക്, നിങ്ങൾ വിജയിക്കുന്നത് കാണാൻ സാധിക്കും. എന്നോട് ഇന്നലെ എന്റെ ലീഡർ കുറച്ച് വോയിസ് ഇട്ട് എന്നിട്ട് പറയാണ്, ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, ആ ബിസിനസ് നിങ്ങളൊന്ന് കേട്ട് നോക്കുന്ന്. ഇന്നെ ഇങ്ങോട്ട് പഠിപ്പിച്ചാ മതി. ഞാൻ പറഞ്ഞ എന്താ അറിയോ? വെൽത്ത് വിതൗട്ട് ഹെൽത്ത് ഈസ് സ്റ്റുപ്പിഡിറ്റി. ശ്രദ്ധിച്ചോളി, എഴുതി വെച്ചോളി. വെൽത്ത് വിതൗട്ട് ഹെൽത്ത് ഈസ് സ്റ്റുപ്പിഡിറ്റി.
ആരോഗ്യമില്ലാത്ത വരുമാനം ഉണ്ടാക്കുന്ന മാർഗങ്ങളിലൂടെ പ്രവേശിച്ചാൽ വരുമാനം മുഴുവനും ആരോഗ്യത്തിനെ തിരിച്ചു പിടിക്കുവാൻ ആവശ്യമായി വരും. അവിടെ പഠിക്കണ്ടേ. വെൽത്ത്, സമ്പാദ്യം. വിത്തൗട്ട് ഹെൽത്ത്, ആരോഗ്യമില്ലാതെ സമ്പാദിക്കുക. ഉറക്കില്ല, സമയമില്ല, സമയനിഷ്ഠയില്ല, ഭാര്യയില്ല, മക്കളില്ല, കുളിയില്ല, തിരുമ്പലില്ല, ആരോഗ്യം നോക്കാതെ ബിസിനസ് എങ്ങനെ ചെയ്യുന്ന ആള് അവസാനം കിഡ്നി പോയി, പ്രഷർ കൂടി, ബാലൻസ് പോയി, കിടപ്പിലായപ്പോ ഭാര്യ പറഞ്ഞു, ഇത്ര കാലം ഞങ്ങളെ നോക്കിയിട്ടൊന്നുമില്ലല്ലോ, നിങ്ങൾ അവിടെ പോയി വൃദ്ധസദനത്ത് പോയി കിടന്നു, ഞങ്ങൾക്ക് നേരില്ല നിങ്ങളെ നോക്കാൻ, നിങ്ങൾക്ക് സമ്പത്തല്ലായിരുന്നു വലുത്, വൃദ്ധസദനത്ത് കൊണ്ടേയാക്കി തരാം, നിങ്ങളെ സമ്പത്തൊക്കെ അവിടെ ധർമ്മം ചെയ്തോ, നിങ്ങളെ നോക്കാൻ അവിടെ ആളുണ്ടാവും, പോയി നോക്ക്, ഇവിടെ കുടുംബം നോക്കാൻ നിങ്ങൾക്ക് നേരം കിട്ടിയിട്ടില്ല. എപ്പോഴും ശ്രദ്ധിക്കണം, ആരോഗ്യം നോക്കുന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പൊ വെൽത്ത് വിത്തൗട്ട് ഹെൽത്ത് ഈസ് സ്റ്റുപ്പിഡിറ്റി. ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വലിയൊരു മന്ത്രം പറഞ്ഞുതരാം, ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വലിയ രസമുള്ള കഥ പറഞ്ഞുതരാം. എവിടെയാണ് ഇതിന് മർമ്മം എന്നാ പറയാൻ. ഒരു വീടിന്റെ മുമ്പില്, ഒരു ഗ്രാമത്തില് ഒരു വീടിന്റെ മുമ്പില് ഒരു 3 ആളുകൾ വന്ന് ഇങ്ങനെ സംസാരിച്ചിരിക്കും. അപ്പൊ അതിൽ നിന്നൊരു ഭംഗിയുള്ള ഒരു 10-16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. 16 വയസ്സുള്ള പെൺകുട്ടിയല്ല ഉദ്ദേശിക്കുന്നത്, ഒരു യുവതി, ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു യുവതി. അവളും കണ്ട് ഇറങ്ങിട്ട് വരും. ഇവിടെ ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ കുറെ ആയാലും ഇവിടെ ഇരുന്ന് ചിരിച്ചു കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ആരാ? നിങ്ങൾക്ക് മനസ്സിലായില്ല. അനാവശ്യമായിട്ടൊന്നും ഇടപെടലൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് പറയണതല്ല, നിങ്ങളവിടെ ഇരുന്ന് വിചാരിച്ചപ്പോൾ ആവശ്യം ശല്യം ഉണ്ടായിട്ട് പറയണമെന്നല്ല, ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചു. ആ പെൺകുട്ടി അവിടെ ചെന്നു, അവരോട് ചെന്ന് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പൊ ഒരാൾ നീച്ചെന്നിട്ട് പറഞ്ഞു, ആ ഇരിക്കുന്ന ആളാണ് സക്സസ്, വിജയം. അയാളുടെ പേര് സക്സസ് എന്ന്. മനസ്സിലായി? മറ്റോനാ രണ്ടാമതിരിക്കുന്നത്, അവന്റെ പേര് അത് വെൽത്താണ്, സമ്പാദ്യം. പിന്നെ ഞാൻ ഇന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഞാൻ ലവ് ആണ്, സ്നേഹമാണ്. ഒന്ന് ആലോചിച്ചോക്കെ, 3 ആളെ പരിചയപ്പെടുത്തി കൊടുത്തു. ഒന്ന്, അവിടെ ഇരിക്കുന്ന ആൾ എന്താണെന്ന് പറഞ്ഞാൽ സക്സസ് ആണ്, ജീവിത വിജയം. രണ്ടാമത്തെ ആള് വെൽത്താണ്, സമ്പാദ്യമാണ്, സമ്പന്നതയാണ്. അയാളുടെ മുഖമുദ്ര പേര് തന്നെ സമ്പാദ്യം എന്നാണ്. മൂന്നാമത് ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നത്, ഞാൻ ലവ് ആണ്, സ്നേഹമാണ്. ഓക്കെ, പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞു. കുറെ കഴിഞ്ഞ് ആ കുട്ടി പോയി, ആ യുവതി പോയി, തിരിച്ചു വരാണ്. എന്നിട്ട് ഭർത്താവിനോട് പറയാണ്, അവരൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു, നല്ല മനുഷ്യന്മാരാണ് 3 ആളും എന്ന് പറഞ്ഞു. ഇതുവരെ എത്ര നേരമായിട്ട് എന്നോട് ആവശ്യം പറയാ ഒന്നും ചെയ്തില്ല, ഒരുപാട് നേരമായി ഒരാളുടെ തമാശയും കാര്യം പറഞ്ഞിരിക്കുകയാണ്. പിന്നെ കുറെ കഴിഞ്ഞ് ഭക്ഷണത്തിന് സമയമായപ്പോ ആ യുവതി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പേര് ഭക്ഷണത്തിന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞില്ല, ഞങ്ങൾ 3 ആളും കൂടി വരണില്ല, ആരെങ്കിലും ഒരാളെ നിങ്ങൾക്ക് കൊണ്ടുപോവാം എന്ന് പറഞ്ഞു. ഭർത്താവ് വിളിക്കുന്നുണ്ട്, ഞാൻ ഭർത്താവിന്റെ സമ്മതം ചോദിച്ചിട്ടാണ്, ഭർത്താവ് വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ആരെങ്കിലും ഒരാളെ നിങ്ങൾക്ക് കൊണ്ടുപോവാൻ കുഴപ്പമില്ല. അങ്ങനെ ഭർത്താവിനോട് ഓടിച്ചെന്ന് സമ്മതം ചോദിക്കുകയാണ്, ഭർത്താവേ നമ്മൾ ആരെയാണ് ക്ഷണിക്കേണ്ടത്? അവരെ 3 ആളില് ആരെങ്കിലും ഒരാളെ ക്ഷണിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞ, ആ വെൽത്തിനാണ് ക്ഷണിച്ചോ, സമ്പത്താണ് ഇപ്പൊ നമുക്ക് ആവശ്യം, സമ്പത്താണ് ഇപ്പൊ നമുക്ക് ആവശ്യം, അതുകൊണ്ട് വെൽത്തിനെ കണ്ട് ക്ഷണിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പെണ്ണിങ്ങനെ പോവാണ് വെൽത്തിനെ ക്ഷണിക്കാൻ. അപ്പൊ പെണ്ണിന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുക, സമ്പത്ത് ഇങ്ങോട്ട് വന്നാൽ സ്നേഹമില്ലാതായി പോലെ, പിന്നെ വിജയം ഉണ്ടാവണമെങ്കിൽ സമ്പത്ത് വേണം, അപ്പൊ സമ്പത്ത് തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആദ്യം സമ്പത്ത് ഉണ്ടാക്കിയിട്ട് വേണ്ട വിജയിക്കാൻ. അപ്പൊ വിജയത്തിനെ തന്നെ വിളിച്ചാലോ, സക്സസിനെ തന്നെ വിളിച്ചാലോ, ഇങ്ങനൊക്കെ ചിന്തിച്ച് ആശയക്കുഴപ്പത്തിലാവുകയാണ്. ഏതായാലും പുള്ളി ആ ലവിനെ കണ്ട് വിളിച്ചു. ഈ രണ്ടും തീരുമാനം എടുക്കാതെ ലവിനെ കണ്ട് വിളിച്ചു, സ്നേഹത്തിന്. സ്നേഹമാണല്ലോ ഓലെ പരിചയപ്പെടുത്തി കൊടുത്ത ആള്, അയാള് ഇയാള് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അവസാനം ഞാൻ ഇന്നെ തന്നെ പരിചയപ്പെടുത്തി, ഞാൻ ലവ് ആണെന്ന് പറഞ്ഞതൊക്കെ അയാളല്ലേ, കുറച്ച് കൂടുതൽ ബന്ധം അയാളെ തന്നെ പെണ്ണ് സെലക്ട് ചെയ്തു. സ്നേഹത്തിന് വിളിച്ചു, നിങ്ങൾ പോരിന്റെ കൂടെ എന്ന് പറഞ്ഞു കൊണ്ടുപോയി. അപ്പൊ ഉണ്ട് അതിന്റെ ബാക്കിൽ മറ്റോല് 2 ആളും നീച്ചു പോണ്. അപ്പൊ അല്ല, അതെന്താ നിങ്ങളല്ലേ എല്ലാരും കൂടി വരൂല എന്ന് പറഞ്ഞ്, സ്നേഹത്തിനെ വിളിച്ചാൽ ഞങ്ങൾ എല്ലാരും പോകും, മറ്റേത് നിങ്ങൾ വിളിച്ചാൽ ഓരോരുത്തരെ വരും. അപ്പൊ സ്നേഹം എന്നതിന്റെ കൂടെയാണ് വിജയവും സമ്പത്തും ആരോഗ്യവും ഒക്കെ ഉള്ളത്. നിങ്ങളെ സ്നേഹിക്കാൻ തയ്യാറാവണം, ഇഷ്ടത്തെ സ്നേഹിക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണ്, എന്റെ കുടുംബത്തെയാണ് എന്നുള്ളത് ചിന്തിക്കാൻ കഴിയണം. ആത്മീയ തലത്തിൽ പ്രവാചകനെ സ്നേഹിക്കാതെ നിങ്ങൾക്ക് മുഅ്മിനാവാനും വിശ്വാസിയാവാനും കഴിയൂല. അള്ളാഹിനെ സ്നേഹിക്കാതെ, ദൈവത്തിന് ഇഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയൂല. ഓരോ ശ്വാസഗതികളും നിയന്ത്രിക്കുകയും
ശ്വാസോച്ഛ്വാസഗതികളെ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്ത് ഓക്സിജനെ തന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിട്ട് റെസ്പിറേറ്ററി സിസ്റ്റത്തിലൂടെ ശരീരത്തിന് പരിപാലിക്കുന്ന ദൈവത്തിന് മുഴുവനും സമർപ്പിക്കാതെ വിജയിക്കാൻ നമുക്ക് കഴിയൂല. പക്ഷെ ഇവിടെ ചരിത്രമാണ്, ഇവിടെ വിജയത്തിന്റെ ശാസ്ത്രീയ സത്യങ്ങളെ വിളിച്ചു പറയാം. അതുകൊണ്ട് ഈ ആത്മീയ തലമല്ല ഇവിടുത്തെ ചർച്ച, ഭൗതിക തലത്തിൽ നമ്മൾ അറിയേണ്ട കാര്യമാണ് ഇതൊക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, വെൽത്ത് വിത്തൗട്ട് ഹെൽത്ത് ഈ സ്റ്റുപ്പിഡിറ്റി. ആരോഗ്യം നോക്കാതെ വരുമാനം ഉണ്ടാക്കിയാൽ അവസാനം ആരോഗ്യം കയ്യിൽ വരണമെങ്കിൽ ലക്ഷങ്ങളും കോടികളും ചെലവഴിക്കേണ്ടി വരും. എന്നാൽ പോലും നിങ്ങൾക്ക് അത് സ്വന്തമാക്കാൻ പിന്നെ കഴിഞ്ഞു കൊള്ളണമെന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. നിങ്ങൾ ആരോഗ്യ മേഖലയിൽ നിന്നുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ഇവിടെ ലക്ഷങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും നിങ്ങൾ ആസ്പത്രിയിലേക്ക് കോടികൾ ചെലവാക്കാതെ രക്ഷപ്പെടാനെങ്കിലും കഴിയും. ഇവിടെ ഒരു ഉറുപ്പ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും നല്ലൊരു സ്നേഹമുള്ള ആളുകളുടെ കൂടെ കൂടാൻ കഴിയും. ഇവിടെ നിങ്ങൾ 3 വർഷം കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടാക്കാത്ത വ്യക്തിയാണെന്ന് ജനം പറഞ്ഞാലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ആറ്റിറ്റ്യൂഡുള്ള, ആരോഗ്യമുള്ള, സ്നേഹത്തെ സ്നേഹിച്ച് കാണിച്ചു തരുന്ന, കുടുംബത്തെ ഇഷ്ടപ്പെട്ട് കാണിച്ചു തരുന്ന, കള്ളുകുടിയില്ലാത്ത, പുകവലിയില്ലാത്ത, ദുസ്വഭാവങ്ങളില്ലാത്ത, ദുശാഠ്യങ്ങളില്ലാത്ത ഒരു സമൂഹത്തിന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പൊ ഞാൻ ഇന്നലെ എന്റെ ആത്മസുഹൃത്ത് മാനസാറോടൊക്കെ ഒരു വസിയത്ത് കൊടുത്തതാണ്. എന്ത്? മാനസാറെ, മോളെ കല്യാണം വരുമ്പോ ഒരു കാര്യം, നിങ്ങളെ മോളെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ച പ്രായം തോന്നിക്കുന്ന വലിയ സുന്ദരിയായ മോള. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ഹോസ്റ്റലിലേക്കോ മറ്റോ കുട്ടിനെ പഠിപ്പിക്കാൻ വിടുമ്പോ ഒരു സ്വർണ്ണമോതിരം ധരിപ്പിച്ചിട്ടെങ്കിലും വിടണം. എന്തിനാ? കല്യാണമൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹം പറഞ്ഞു വെച്ച കുട്ടിയാണെന്ന് ജനം വിചാരിച്ചോട്ടെ. എന്നാ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവായിപ്പോ. 2, കല്യാണം കഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മൈ ലൈഫിലെ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക. കാരണം സമ്പത്ത് ഉണ്ടാവും, ദുസ്വഭാവം ഉണ്ടാവൂല, കള്ളുകുടിയനാവൂല, വീടി വലിക്കുന്ന പുകവലിക്കാരനാവൂല എന്ന് ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. ഞാൻ പിന്നെ ഉള്ളില് പുറത്ത് പറയാതെ ഞാൻ പറഞ്ഞു, അത് നമ്മുടെ വീക്ക് സൈഡിൽ തന്നെ ഒരാൾക്ക് പുതിയാപ്പിളാക്കി കൊടുക്കാൻ നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് അത് ബാധിക്കും. നമ്മള് ലവ് ലൈനിൽ ആർക്കെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. നമ്മള് അവിടെ മറ്റേ ആളെ അമർ സാർ അല്ലെ ശൈലേഷ് ബാലൻ സാറ് മോൻക്ക് എന്നൊക്കെ പറഞ്ഞു പോയാൽ നമ്മളെ ബിസിനസ്സിനെ ബാധിക്കും. അവിടെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് ഇവിടെ എന്തിട്ടാല ഇല്ലല്ലോ. അപ്പൊ ഇവിടെ നമ്മളെ പുതിയാപ്പിളനെ നമ്മളെ വീക്ക് സൈഡിൽ തന്നെ ആക്കിയാല് അവിടെ നടത്തുന്ന പുതിയാപ്പിള ഡയറക്റ്റ് അല്ലെങ്കിൽ MBA കഴിഞ്ഞാൽ, മറ്റത് കഴിഞ്ഞ് BBA കഴിഞ്ഞാൽ ഡയറക്റ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ച ഒരു പുതിയാപ്പിളിനെ കിട്ടിയാൽ അവര് നടക്കുന്ന ബിസിനസ് ഒക്കെ നമ്മളതായിട്ട് മാറ്റാൻ പറ്റും. ഗൾഫ് കാണാം, വിദേശം കാണാം, സമ്പാദ്യം ഉണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, പറയുന്നതിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ആത്മാർത്ഥ തലത്തിൽ ഞാൻ സ്പർശിച്ചു പറയാം. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്, കൂടുതൽ നെറ്റ് പരത്തി പറയുന്നില്ല. ഇവിടെ ആകെ വേണ്ടത് നിങ്ങൾ ദിവസവും പുതിയ പ്രൊഡക്റ്റുകൾ എടുത്തിട്ട് പരിചയപ്പെടുത്തുന്ന ആളായി മാറാം. ഡെമോ, ഞാനിപ്പോ നമ്മളെ സ്പൈറുലിന്റെ ഡെമോ, ന്യൂട്രി ലൈഫിന്റെ ഡെമോ, അതേപോലെ നാപ്കിൻ പാഡിന്റെ ഡെമോ ഒക്കെ പുതിയ ക്ലാസ്സുകളിൽ ഞാൻ ആഡ് ചെയ്യാൻ പോവാം. ഇത്രയും കാലം നമ്മൾ ചെയ്തിരുന്നത് ടോയ്ലറ്റ് ക്ലീനർ, ഡിഷ് വാഷ് ലിക്വിഡ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ. ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെ പ്രൊഡക്റ്റുകൾ ജനം വാരി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചെല്ലുമ്പോ സ്റ്റോക്ക് ഔട്ട് ലിസ്റ്റ്, നമ്മൾ ഉണ്ടാക്കി വെച്ച ലിസ്റ്റിനനുസരിച്ച് സാധനമില്ല. ഇന്നലെ ഒരാൾ ഹാർട്ട് ക്ലീൻ ചെയ്യാനുള്ള വെൽ ഹാർട്ട് വാങ്ങാനാ പോയത്. പക്ഷെ അയാൾക്ക് കിട്ടിയത് ടോയ്ലറ്റ് ക്ലീനറാ. കാരണം എന്താ? വിചാരിച്ചത് വാങ്ങാൻ ആള് സാധനമില്ല. ഇത് ആൾക്കാരെടുത്തോണ്ടേതാണല്ല, കാറ്റായി പോയതല്ല. ഇന്നലെ രാത്രി 12:30 മണിക്ക് ഞാൻ 11:30 മണിക്ക് ഞാൻ ഐഡിയ അടിപ്പിക്കുകയാണ് ഇവിടെ സ്റ്റോക്ക് പോയിന്റിനെ കൊണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര മാത്രം ഇതിന്റെ വേട്ടിൽ കഷ്ടപ്പെട്ടാലും ഒക്കെ തിരിച്ചു തരുന്ന ഒരു മഹത്തായ കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും അതിന്റെ മാനേജ്മെന്റ് വളരെ സത്യസന്ധരാണെന്നും നമ്മൾ തിരിച്ചറിയണം. 10-25 വർഷത്തോളമായിട്ടുള്ള പ്രാക്ടീസിങ് സ്റ്റേജിൽ കറങ്ങിത്തെളിഞ്ഞ ലീഡേഴ്സിന്റെ അണികളാണ് നമ്മൾ നോക്കണം. അതിൽ തന്നെ ടീം വെലോസിറ്റി എന്ന TVI ഇന്റർനാഷണലിന്റെ മുബീൻ സാറുടെ അണ്ടറിൽ വന്നിട്ടുള്ള AIG എയ്ത്ത് ഇന്റർനാഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ബെൽനി സാറും ടീമും നയിക്കുന്ന ടീമിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കടന്നു വരുന്നത്. AIG അവിടുന്ന് ടീം സക്സസിലേക്ക് ബെൽനി സാറിലൂടെ കടന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ UBG യൂണിറ്റി ബിസിനസ് ഗ്രൂപ്പിലെ ഉമർ സാറിലൂടെ നമ്മളിലേക്ക് കൈമാറുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടും ഓരോ ലീഡർമാരിലൂടെയും ലോകാവസാനം വരെ അത് കൈമാറി പോവേണ്ടതുണ്ട്. അതിലൊന്നും റിജക്ട് ചെയ്യേണ്ടത് റിജക്ട് ചെയ്യുക, കള്ളുകുടിയന്മാരെ മാറ്റി നിർത്തുക, സമൂഹത്തിൽ പ്രശ്നക്കാരെ മാറ്റി നിർത്തുക, എല്ലാവരും സംശുദ്ധ സ്വഭാവത്തിന്റെയും മഹത്വത്തിന്റെയും മഹിമയുടെയും ആളുകളായി മാറ്റുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. ഒരു തീയിലിട്ട് പരീക്ഷിക്കപ്പെട്ടെങ്കിൽ അല്ലാതെ 24 കാരറ്റിന്റെ മുദ്ര പതിപ്പിക്കാൻ പറ്റൂല, അങ്ങനെ ഒരു സ്വർണ്ണം ഉണ്ടാക്കാൻ പറ്റൂല. അത്രയും തീയിൽ അതിനിട്ട് പരീക്ഷിക്കണം.
അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നിങ്ങൾ മാറി ചിന്തിക്കുക. ഡയറക്ട് സെല്ലിങ്ങിന്റെ യുഗം മാറിയിട്ടുണ്ട് 2025 കൂടിയിട്ട്. അത് ബൂമിങ് ഇൻഡസ്ട്രിയാണ്. ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയിൽ ചെറുതായിട്ടെങ്കിലും തുടങ്ങി വെച്ചവർക്കാണ് അതിന്റെ ബൂമിങ് ആസ്വദിക്കാൻ കഴിയുള്ളൂ. സമഗ്ര വളർച്ച രേഖപ്പെടുത്തി ഡയറക്ട് സെല്ലിംഗ് വ്യവസായം കുതിക്കുന്നു എന്ന് ഓതന്റിക്കലി ആയിട്ട് അത് തെളിയിക്കുകയാണ് ഫിക്കിയും KPMG. ഫിക്കി എന്ന് പറഞ്ഞ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അവർ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ബൂമിങ് ഇൻഡസ്ട്രി ആയിട്ട് വരാനിരിക്കുന്ന വെൽനസ് ഇൻഡസ്ട്രി ആണെന്ന്. പോൾസ് ആൻഡ് ഫിൽസർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു, വെൽനസ് ഇൻഡസ്ട്രി നെക്സ്റ്റ് $1 ട്രില്യൺ ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക, ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഡയറക്ട് സെല്ലിംഗ് വ്യവസായം 10 വർഷം കൊണ്ട് ഉണ്ടാക്കിക്കുന്നത് ആകെ 15,000 കോടി ബിസിനസ് ഒക്കെയാണ്. 20,000 കോടി ബിസിനസ്സാണ് 10 വർഷം കൊണ്ട്, അല്ലെങ്കിൽ 9 വർഷം കൊണ്ട്. വേൾഡിന്റെ കണക്കെടുപ്പില് കാണിക്കുന്നത് 20 കോടി ബിസിനസ്സാണ്. എന്നാൽ വരാനിരിക്കുന്ന 1 വർഷം കൊണ്ട് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്, ശ്രദ്ധിക്കാം, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ടോട്ടലി ഡയറക്ട് സെല്ലിംഗ്, മൈലൈഫ് അല്ല, ഡയറക്ട് സെല്ലിംഗിൽ എല്ലാവരും പെടും, MLM ഒക്കെ പെടും, കൊമേഴ്സ് ഒക്കെ പെടും, കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്നൊക്കെ വിളിക്കപ്പെടുന്നത് തന്നെ. ആ ഒരു സംവിധാനത്തിലൂടെ 20 കോടിയാണ് ഈ 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ആനുവൽ റിപ്പോർട്ട് പ്രകാരം. എങ്കിൽ വരാനിരിക്കുന്ന ഒരൊറ്റ വർഷം കൊണ്ട് 65,500 കോടിയുടെ ബിസിനസ് ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയത് മൊത്തം ഒറ്റ വർഷം കൊണ്ട് എടുക്കുന്നത് അതിന്റെ 2 ഇരട്ടിയാണ്. 20,000 കഴിഞ്ഞ് 40,000 ചാടുന്നല്ല പറയണത്. 60,500 കോടിയുടെ ബിസിനസ് ആണ് കാഴ്ചവെക്കാൻ പോകുന്നത് KPMG ഫിക്കും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ 18 മില്യൺ യുവാക്കൾ, 1,80,00,000 ചെറുപ്പക്കാരെ ഏറ്റെടുത്ത് ചെയ്യാൻ പോകുന്ന ബിസിനസ്സാ. ഇതിൽ നമ്മളിപ്പോ തന്നെ ഉണ്ടായത് നമ്മളെ ഭാഗ്യം. ഈ ID ആർക്കും നഷ്ടപ്പെടുത്തരുത്. 1000 രൂപക്ക് വേണ്ടിയാണ് നഷ്ടപ്പെട്ടവർ ഖേദിക്കാൻ പോവാണ്. കയ്യിൽ അണിഞ്ഞവര് സംശുദ്ധമായി അതിനെ കൊണ്ടു നടക്കാനും ക്ലാസ്സുകളിലും മീറ്റിങ്ങുകളിലും അറ്റൻഡ് ചെയ്യാനും എല്ലാ പ്രോഗ്രാമുകളിലും ബേസിക് ആയിട്ട് പങ്കെടുക്കാനും നിങ്ങളുടെ ടീമിലെ ലീഡേഴ്സ് മീറ്റ് ശക്തമായിട്ട് നടത്തി മുന്നോട്ട് പോകാനും നിങ്ങളുടെ ബിസിനസ് വ്യക്തമായ ശക്തമായ ലീഡർഷിപ്പ് വർക്കിലൂടെ തന്നെ കൊണ്ടുപോകാനും നിങ്ങളുടെ ലീഡർമാർക്ക് സാധിക്കട്ടെ.